ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണേ. വെറൈറ്റി ആയിട്ടൊന്ന് ഐറ്റം എന്ന് പറയുമ്പോൾ ഇതൊരു അടയാണ്, പിങ്ക് അടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാനൊരു അരമുറി തേങ്ങയും കൂടി ചിരകിയത് ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അരഞ്ഞു പോകാത്ത രീതിയിൽ. കൂടെ തന്നെ ചുക്കുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കരയും. പിന്നെ ഇത് ബീറ്റ്റൂട്ട് വേവിച്ച് വെളിച്ച വെള്ളമാണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്ത് ഇതിലോട്ട് ഇടിയപ്പത്തിൻ്റെ മാവ്, ഞാനിതിൽ ഇടിയപ്പം പത്തിരി ഉണ്ടാക്കുന്ന ഫൈനായിട്ട് പൊടിച്ച മാവും അതിൽ അല്പം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ചേർത്താണ് കുഴയ്ക്കുന്നത്. ഒരല്പമായി ഒഴിച്ച് കുഴച്ചാൽ മതി. ഒരുപാട് അങ്ങ് ഓവറായിട്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ലൂസായി പോകും. അല്പമായിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഇടിയപ്പത്തിന് നമ്മൾ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു കണക്കിന് നമ്മൾ കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് ഏകദേശം നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അട ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാഴയിലയാണ്. കഴുകി നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മാവ് ഉരുള ഉരുട്ടി ഇതുപോലെ ഇലയിൽ വെച്ച് കൈ ജസ്റ്റ് ഒന്ന് നനച്ച്, ഈ പരത്തുന്ന സമയത്ത് കൈ അല്പം നനച്ച് പരത്തുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് പരന്ന് കിട്ടും. അപ്പോൾ ഇതിലോട്ട് തേങ്ങയുടെയും ബീറ്റ്റൂട്ടിൻ്റെയും മിക്സ് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ശർക്കര വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ അട വേവിക്കാൻ വയ്ക്കുന്നത്. നല്ലപോലെ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തുറക്കാം. വെന്തതിന് ശേഷം, ഇത് തണുത്തതിന് ശേഷം നമുക്ക് അട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട്, അകത്ത് നല്ല പിങ്ക് ശർക്കരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.